ഹലോ ഫ്രണ്ട്സ്, ഇക്കുപ്പനാസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് എത്തുന്നത്. ഒരു അറബിക് റൈസ് ഡിഷ്. ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് ഒട്ടും സ്പൈസി അല്ല. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഡിഷാണ്. അപ്പം നമുക്ക് എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ക്യാരറ്റ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചെറിയ ക്യാരറ്റ് ആയത് കാരണം 2 എടുത്തു. അതുപോലെ നിങ്ങൾക്ക് ഒരു വലിയ ക്യാരറ്റ് ആണെങ്കിൽ 1 എടുത്താൽ മതി. അതും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര എന്നാ ചേർക്കുന്നതെന്ന് വെച്ചാൽ ക്യാരറ്റിൻ്റെ കളറ് എണ്ണയിൽ പിടിക്കാൻ വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ വഴണ്ടു വരണം. ക്യാരറ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കത് കോരിയെടുക്കാം. ആ എണ്ണയിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് കോരിയെടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിത് ആ എണ്ണയിൽ തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ വഴണ്ടു വരണം. ഈ ക്യാരറ്റിൻ്റെ കളറെല്ലാം നമ്മുടെ സവാളയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടണം. ഇഞ്ചി ഞാനൊരു പകുതിയോളം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 2 ഇട്ടിട്ടുണ്ട്. അത് ചതച്ചിടുക. ഇതിനാവശ്യമുള്ള സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ചുക്ക്, അതുപോലെ തന്നെ സാധാരണ ഏലക്ക, ജീരകം, അതുപോലെ കറുത്ത ഏലക്ക, ഇതെല്ലാം കൂടെ നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് പൊടിക്കണം. എന്നിട്ട് ഈ പൊടിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. സ്പൈസസിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കിത് വഴറ്റിക്കൊണ്ടിരിക്കണം. 1 ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്നാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു തക്കാളി അരച്ച് വെച്ചതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചിക്കൻ സ്റ്റോക്കും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. ഞാനൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇട്ടേക്കുന്നതാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി 4 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്കൊരു മുളക് ഇട്ട് കൊടുക്കുക. ഞാൻ അരി നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ കുതിർത്ത അരിയാണ്. ഇത് സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനൊരു 1/2 മണിക്കൂറെങ്കിലും വേവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 4 ഗ്ലാസ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ആ റൈസും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കോരി വെച്ചേക്കുന്ന നമ്മുടെ ക്യാരറ്റും മുന്തിരിങ്ങ എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
അരിയിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ തീയ് സിമ്മിലിടുക. എയർ കയറാത്ത രീതിയിലുള്ള ഒരു പാത്രം വെച്ച് നമുക്ക് അടച്ചു വെക്കാം. അരമണിക്കൂറത്തേക്ക് അടച്ചു വെക്കുക. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നിട്ട് ഇതിനകത്തോട്ട് ഒരു പാത്രത്തിലോട്ട് ശകലം ഒലിവ് ഓയിലും ഒരു കോള് കത്തിച്ചതും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അത് പുക കയറാൻ വേണ്ടി മാത്രമാണ്. അത് ഞാൻ ഓപ്ഷണലാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് കൊടുക്കാം ഒരു 5 മിനിറ്റ്. ഇപ്പം നമ്മുടെ റൈസ് എല്ലാം നല്ലതുപോലെ സെറ്റായിട്ട്, അതുപോലെ തന്നെ പുകയെല്ലാം കയറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോളെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.